രണ്ട് രത്നങ്ങൾ. ഒരു പുഴക്കരയിൽ എന്നും ഒരു സന്യാസി ഇരുന്ന് ധ്യാനിക്കാറുണ്ടായിരുന്നു. ആരെങ്കിലും അടുത്തുകൂടി പോയാൽ സന്യാസി ഉറക്കെ ഇങ്ങനെ പറയും: നിങ്ങൾ എന്താഗ്രഹിച്ചാലും നിങ്ങൾക്കത് കിട്ടിയിരിക്കും. കേൾക്കുന്നവർ ഇയാൾ എന്തോ ഭ്രാന്ത് പറയുകയാണ് എന്ന് കരുതി അയാളെ നോക്കി ചിരിച്ചിട്ടു പോകും. ഒരിക്കൽ ജോലിയൊന്നുമില്ലാതെ നടന്നിരുന്ന രാജു എന്നൊരു യുവാവ് സന്യാസി പറയുന്നത് കേൾക്കാനിടയായി. അയാൾ സന്യാസിയുടെ അടുത്തെത്തി ചോദിച്ചു: ഞാൻ ആഗ്രഹിക്കുന്നത് എന്തും എനിക്ക് കിട്ടുമോ? തീർച്ചയായും. ആദ്യം താങ്കൾക്ക് എന്താണ് ആഗ്രഹമെന്ന് പറയൂ. സന്യാസി യുവാവിൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് വലിയൊരു രത്നവ്യാപാരിയാവണം. എന്താ എൻ്റെ ഈ ആഗ്രഹം സാധിക്കുമോ? യുവാവ് ചോദിച്ചു. പറ്റും. ആദ്യം ഞാൻ താങ്കൾക്ക് 2 രത്നം തരാം. അത് വെച്ച് താങ്കൾക്ക് വേണ്ടുന്നത്രയും രത്നങ്ങൾ ഉണ്ടാക്കാം. സന്യാസി പറഞ്ഞു. ഇതു കേട്ടതും യുവാവിൻ്റെ മുഖം തെളിഞ്ഞു. താങ്കൾ 2 കൈയും നീട്ടൂ, സന്യാസി പറഞ്ഞു. യുവാവ് 2 കൈകളും സന്യാസിക്ക് നേരെ നീട്ടി. സന്യാസി തൻ്റെ ഒരു കൈ യുവാവിൻ്റെ കൈപ്പത്തിയിൽ വെച്ചിട്ട് പറഞ്ഞു: ഇതാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നം. ഇതിനെ വിളിക്കുന്ന പേരാണ് സമയം. ഇത് താങ്കളുടെ കയ്യിൽ മുറുകെ പിടിക്കണം. ഇതുപയോഗിച്ച് താങ്കൾക്ക് എത്ര രത്നങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ സമയമാകുന്ന ഈ രത്നം ഒരിക്കലും കയ്യിൽ നിന്ന് നഷ്ടപ്പെടരുത്. ഇത്രയും പറഞ്ഞിട്ട് സന്യാസി തൻ്റെ മറ്റേ കൈ യുവാവിൻ്റെ അടുത്ത കൈയിൽ വെച്ചിട്ട് പറഞ്ഞു: ഇതാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച 2ാമത്തെ രത്നം. ഇതിൻ്റെ പേരാണ് ക്ഷമ. നീ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്ത് വിജയത്തിലെത്താൻ വേണ്ടതിലധികം സമയം ചെലവഴിക്കുമ്പോൾ ക്ഷമ എന്ന ഈ രത്നം നിന്നോടൊപ്പം എപ്പോഴും ഉണ്ടാകണം. ഇതുണ്ടെങ്കിൽ ആഗ്രഹിച്ച ഏതു കാര്യവും 100% നേടിയെടുക്കാനാകും. സന്യാസിയുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടുനിന്ന യുവാവ് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞ് യാത്രയായി. സന്യാസി നൽകിയ 2 വിലപിടിപ്പുള്ള രത്നങ്ങൾ ഉപയോഗിച്ച് പിൽക്കാലത്ത് ആ യുവാവ് വലിയൊരു രത്നവ്യാപാരിയായി മാറി. വെറുതെ സമയം പാഴാക്കാതെ ക്ഷമയോടെ ഏത് പ്രവൃത്തി ചെയ്താലും വിജയത്തിലെത്താമെന്നാണ് ഈ കഥ പഠിപ്പിക്കുന്നത്.